ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ ചെയ്യണ പോലെ ഒറ്റയ്ക്ക് ഒരു വീഡിയോ അല്ല, ഒരു ഇന്റർവ്യൂ ആണ്. എൻ്റെ ഒരു ജൂനിയർ ആയിട്ട് ഇവിടെ ഉള്ള. ഇതിനു മുന്നേ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു, നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടാവും, അഭിനന്ദൻ്റെ ആയിരുന്നു. അതേപോലെ ഇന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ സിയോണ മറിയ ഡിസൂസ. ഇവളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വർഷം, അഭിനന്ദനെ പോലെ തന്നെ എൻ്റെ ഒരു വർഷം ജൂനിയർ ആണ്. അപ്പൊ ഇവളെന്തുകൊണ്ടാണ് ഞാൻ കൊടുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് കുറെ ഇപ്പൊ ഞാൻ ലീഡ് ചെയ്ത ലാസ്റ്റ് എന്റെ റീസെന്റ് 2 വീഡിയോസിലും കമന്റ് സെക്ഷനിൽ അധികം വന്നിരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റ ഡി എമ്മിലും പാർഷ്യൽ ഡ്രോപ്പ്, അതായത് നീറ്റ് ഇനിയിപ്പോ റിപ്പീറ്റ് ചെയ്യാനും ഇതിനൊന്നും വയ്യ, ഇനി റിപ്പീറ്റ് ചെയ്യാം, ബട്ട് ഞാനൊരു കോഴ്സിന് ചേർന്നിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരിത്. അപ്പൊ അതിനെങ്ങനെ ചെയ്യാന്ന് എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ അതിന് ഞാനല്ല, അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞാല് സിയോണ. കാരണം എന്താ വെച്ചാൽ അവള് മഹാരാജാസ് പഠിച്ചിട്ട് ഇപ്പൊ എയിംസ് ഡൽഹിയിൽ എന്റെ ജൂനിയർ ആയിട്ട് എത്തിയതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് പറഞ്ഞ ഒരു കോച്ചിങ് സെന്ററിന്റെ ഒരു വീഡിയോ ഒന്നുമല്ല. സോ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോണസ്റ്റ് സ്റ്റോറി ആവും. ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്യണ പോലെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്തായാലും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നല്ലോണം മോട്ടിവേഷൻ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂവിന് വന്ന ആളെ ഡീറ്റെയിൽസ് അറിയാലോ. അപ്പൊ സിയോണ, ഈ ഒന്ന് എന്റെ ഡീറ്റെയിൽസ് എന്നെ ഒന്ന് പറയാം, ഷോർട്ട് ഇൻട്രോ. Okay, I am Siona Maria D'Souza. ഞാൻ ഈ 2022 നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. I had all India rank 229 and Kerala rank 10. My score was 691. ഇനി ഞാൻ അങ്ങനെ ബോറടിപ്പിക്കണമൊന്നുമില്ല, നമുക്ക് സിയോണന്റെ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഒക്കെ. ഫസ്റ്റ് ഞാൻ സിയോണോട് ചോദിക്കാൻ പോകുന്നത് വെച്ചാൽ, എനിക്ക് എന്നാണ് ഈ ഡോക്ടർ ആവണം അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത്? എനിക്കങ്ങനെ ചെറുപ്പം മുതലൊന്നും ഇതിലങ്ങനെ വല്ല ആഗ്രഹമില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മൈ മെയിൻ എയിം വാസ് ജസ്റ്റ് സ്കൂൾ. ഞാൻ അങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് ആംബിഷ്യസ് സ്റ്റുഡൻസ് ഹൂ ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ് ദേ നോ വാട്ട് ദേ വോണ്ട് ടു ഡു. ഒന്നിൽ എഞ്ചിനീയറിംഗ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ വേറെ പലതും. ഇത് രണ്ടും മാത്രമല്ല ഉള്ള. ബട്ട് എനിക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നു. 12th കഴിഞ്ഞിട്ട് എന്തെടുക്കണോന്ന് ഒന്നുമില്ലായിരുന്നു. 10th പോലും ഐ ഡിഡ് നോട്ട് നോ ഇഫ് ഐ വാണ്ടഡ് ടു ടേക്ക് സയൻസ് ഓർ കോമേഴ്സ്. ഐ വാസ് ജസ്റ്റ് ലിവിങ് മൈ ലൈഫ്. സ്കൂൾ ലൈഫ് അങ്ങനെ ആവശ്യത്തിനുള്ള മാർക്ക് കിട്ടി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോയി, ഫ്രണ്ട്സും വെച്ച് സംസാരിച്ച്, അതായിരുന്നു എൻ്റെ ലൈഫ്. പിന്നെ 10th മുമ്പ് ഐ വാസ് ഈതർ ആൻ ആവറേജ് ഓർ എ ബിലോ ആവറേജ് സ്റ്റുഡൻറ്. ബോർഡ് എക്സാമിന്റെ മുമ്പ് ആക്ച്വലി ഐ വാസ് intended to take commerce. Like 10th towards the end നമ്മുടെ ആയിരുന്നു ഫസ്റ്റ് ബാച്ച് ടു ഹാവ് ലൈക്ക് ബോർഡ് എക്സാം. അതിന്റെ മുമ്പത്തെ ബാച്ചസിന് സ്കൂൾ എക്സാം ആയിരുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു, അത്രയ്ക്കും പ്രഷർ ഉണ്ടായിരുന്നു. ആ നേരത്ത് ഐ വാസ് ഗോൺ ടു ടേക്ക് കോമേഴ്സ് ഇവൻച്വലി. കാരണം ലൈക്ക് ഐ സെഡ്, ഞാൻ മറ്റ് ആക്ടിവിറ്റീസിലായിരുന്നു. ആവശ്യത്തിനുള്ള മാർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് പറയുമായിരുന്നു സയൻസ് കിട്ടില്ല. അപ്പൊ ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ കോമേഴ്സ് ഓൺലി. എനിക്കങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ബോർഡ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയപ്പോ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. ലൈക്ക് ഇനി അടുത്ത വർഷം മുതൽ ഇതൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പഠിച്ചു. സർപ്രൈസിംഗ്ലി 10th ഐ ഹാഡ് ഗുഡ് മാർക്സ്, അറൌണ്ട് 93-94 ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് സയൻസ് എടുക്കാൻ. Same way my dad told me, take science if you don't know what you want to do. If you want, you can shift to commerce later. അപ്പൊ എൻ്റെ അമ്മയും പറഞ്ഞ്, ഈ പ്രാവശ്യം സയൻസ് എടുത്തോ, വലിയ മാർക്കൊന്നും വേണ്ട, പാസ്സായാൽ മതി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 4 months ആയിട്ട് യു ക്യാൻ ഷിഫ്റ്റ് ടു കോമേഴ്സ്. അങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂളിൽ യു ക്യാൻ ഷിഫ്റ്റ്. അപ്പൊ ആ ഇന്റൻഷനിൽ പേരിന് ഐ ടുക്ക് സയൻസ്. 11th ബേസിക് പഠിക്കുമ്പോൾ തന്നെ like we used to pass because mostly extracurricular activities ആയിരുന്നു. CBSE സ്കൂളായിരുന്നു, വലിയ ഇല്ലായിരുന്നു. പിന്നെ 12th എത്തിയപ്പോൾ ബോർഡ് എക്സാമിന് ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിങ്. ഐ വാസ് നോട്ട് ദാറ്റ് ഇൻ ടു ഇറ്റ് ബിക്കോസ് അന്നേരം ഈ കാനഡയിൽ പോകാനായിട്ട് ഒരു പ്ലാൻ വന്നിരുന്നു. അപ്പം ഞാനോർത്ത് ഓക്കെ ഐ ഗോ ടു കാനഡ. പക്ഷെ പിന്നെ ഇറ്റ് വാസ് ലൈക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്സ് സ്കോർ ചെയ്ത് അവിടെ സ്കോളർഷിപ്പ് കിട്ടും. സോ ഐ സ്റ്റഡീഡ് ഫോർ ബോർഡ്സിൽ ഐ ഹാഡ് ഗുഡ് മാർക്സ്. സെയിം 10th അതേ മാർക്ക് ഉണ്ടായിരുന്നു, 93-94. പക്ഷേ എൻ്റെ ബോർഡ് എക്സാമിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എവ്രി വൺ വാസ് ക്ലൂലെസ്. വി ഡിഡ് നോ വാട്ട് ടു ഡു. അതുവരെ പോലും മെഡിസിൻ ഡിഡ് നോട്ട് കം ടു മൈ മൈൻഡ് ബിക്കോസ് 12th ഐ റിമെമ്പർ
I didn't know what exactly was NEET. I just knew that there's something called entrance, which people write to get you either into medicine or engineering. അതിൻ്റെ അപ്പുറം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ക്ലാസ് റൂമിൽ പഠിപ്പിച്ച് സംസാരിക്കണ കേൾക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഫോർമാലിറ്റിക്ക് സയൻസ് എടുത്ത എല്ലാവരും ദേ യൂസ് ടു ഗിവ് ദ എൻട്രൻസ്. അങ്ങനെ ഞാനും 2020 കൊടുത്തിരുന്നു. അപ്പൊ ബോർഡ് എക്സാമിന് വേണ്ടി നമ്മ പഠിച്ചിരുന്നു. അപ്പൊ 12th ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. 11th ബയോ ഞാൻ മൊത്തം വായിച്ചിട്ട് പോയി ആ അറ്റംപ്റ്റില്. ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഐ ഡിഡ്ന്റ് റിയലി വാണ്ട് ടു ഡു ഇറ്റ്. 2020. യെസ്. But then my mom was like, എല്ലാരും എഴുതണല്ലേ, വെറുതെ എഴുതിയപ്പ I got around 435-40 marks for that. പിന്നെ everyone was like, it's a good mark. അന്നേരം എനിക്ക് അറിയില്ലായിരുന്നു if it's good or bad. My mom saw the result and she was like, you have 435 marks. She didn't also know if it was a good or bad result. So I was like, okay, cool. So when I asked my other friends, I realized that I had good marks. പിന്നെ അന്നേരം എൻ്റെ ചേട്ടന് വേണ്ടി പണ്ടെന്തോ ടൈമിൽ നമ്മ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ട് റിലേറ്റഡ് ടു മെഡിസിൻ. സോ മൈ മോം ആസ്ക്ഡ് ദം എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഇത് കഴിഞ്ഞിട്ട്. സോ ദെൻ ദേ വർ ലൈക്ക്, ഷി ഹാസ് ഗുഡ് മാർക്സ് ഫോർ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്, വൈ ഡസൻ ഷി റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. പക്ഷെ അന്നേരം നമുക്ക് അത്രയും താല്പര്യമില്ലായിരുന്നു, ബിക്കോസ് നമ്മുടെ പ്ലാൻ വേറെ ആയിരുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ്. അങ്ങനെ നീറ്റ് 2020 എഴുതി 435 സ്കോർ കിട്ടി. ഈ പിന്നെ കോളേജിൽ ചേർന്നു. പിന്നെ കോളേജ് ചേർന്ന് വെച്ചാൽ മഹാരാജാസിലായിരുന്നു, BSc കെമിസ്ട്രിയിലെ ഡുവൽ ഡിഗ്രി ആയിരുന്നു. BSc കെമിസ്ട്രി പ്ലസ് ഡുവൽ ഡിഗ്രി ആയിരുന്നു എന്ന് വെച്ചാൽ 2 കോഴ്സ് ഒരു കോഴ്സിന്റെ ടൈമിൽ തന്നെ ഡിഗ്രി കിട്ടും. സോ ഇറ്റ് വാസ് ലൈക്ക് BSc കെമിസ്ട്രി, നോർമൽ BSc കെമിസ്ട്രി പ്ലസ് എൻവയൺമെന്റൽ സയൻസ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ്. എബ്രോഡ് ഈ എൻവയൺമെന്റൽ സ്റ്റഡീസിന് സ്കോപ്പ് ഉണ്ടെന്ന് കേട്ട്. അപ്പൊ മഹാരാജാസിൽ മാത്രം ഈ കോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെറിറ്റിൽ കിട്ടി. അങ്ങനെ ഈ കോളേജ് കയറി. പിന്നെ കോളേജ് കയറിയ ശേഷം എന്നാണ് ഇനിയും നീറ്റ് തന്നെ, എനിക്ക് നീറ്റാണ് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ, അതായത് നീറ്റ് ഞാൻ ഇനിയും ട്രൈ ചെയ്യണം എന്നുള്ള ആ സ്പാർക്ക് വന്നത് എന്നായിരുന്നു. അപ്പൊ കോവിഡ് ടൈമില് ഫോർ അറൌണ്ട് 1.5-2 years വെറുതെ വീട്ടിലായിരുന്നു, വേറെ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ എല്ലാരും. അപ്പൊ ഞാൻ പറഞ്ഞ കൂട്ട് സ്കൂൾ ലൈഫിൽ ഐ വാസ് മോസ്റ്റ്ലി ലൈക്ക് ഇൻ ടു ജസ്റ്റ് ഫ്രണ്ട്സ് ഈ പ്രസന്റ് ടൈം. പക്ഷെ പിന്നെ ആ പെട്ടെന്നൊരു ഐസൊലേഷൻ വന്നപ്പോ കുറെ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ലോൺലി ആയിട്ട് തോന്നി. പിന്നെ ഐ വാസ് ലൈക്ക്, ഓക്കെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് ഇനി എന്ത്, പിന്നെ ഒരു മീനിങ്ലെസ് ആയിട്ട് തോന്നി. ഇനി ഒന്നും ഇല്ല ചെയ്യാൻ, പേർപ്പസ് ഒന്നും ഇല്ല. പിന്നെ എനിക്കതൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സോ അങ്ങനെ ഓർത്തപ്പോ I knew my friends were preparing for NEET. I thought about NEET. എൻ്റെ അച്ഛൻ ആദ്യം സജസ്റ്റ് ചെയ്ത് എഞ്ചിനീയറിംഗ് ആണ്, ബിക്കോസ് 4 years you can get a degree and then you can work. But I was damn sure I didn't want engineering because എനിക്ക് ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ആ സബ്ജക്ട്. അപ്പം ഞാൻ പറഞ്ഞ നോ എഞ്ചിനീയറിംഗ്. പിന്നെ മെഡിസിൻ മാത്രം ഐ സോ ഇറ്റ്, ഐ ലൈക്ഡ് ഇറ്റ്. ബട്ട് മെഡിസിനൊക്കെ കിട്ടണ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഐ തോട്ട് വാസ് ഇമ്പോസിബിൾ. കാരണം യൂട്യൂബിൽ കുറെ വീഡിയോസ് കാണാം, കോട്ട് ആൻഡ് ഓൾ, പീപ്പിൾ സ്ട്രഗിൾ ഫോർ ഇയേഴ്സ്, ചെറുപ്പം മുതൽ ഒരു പാഷനും വെച്ച്. ഐ കുഡന്റ് ഈവൻ ഇമാജിൻ ഡൂയിങ് മെഡിസിൻ. പക്ഷെ പിന്നെ ഞാനോർത്തു അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരിക്കും. പിന്നെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ നേരം ഓർത്തപ്പോൾ ഐ വാസ് ലൈക്ക്, ഓക്കെ ഐ ലൈക്ക് ദിസ്, ഐ അക്സെപ്റ്റഡ്, ഐ ലൈക്ക് ദിസ്, ഐ വോണ്ട് ട്രൈ. പിന്നെ ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി. അന്നേരം ഐ wanted to do NEET and my mom always wanted me to become a doctor, but she never told me like that because like I said, എനിക്ക് parents side നിന്ന് ഒരു pressure ഇല്ലായിരുന്നു. They never told me that okay we want you to become this so that you should become. It was all up to me, but she had this, so she gave me that support. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഇനീഷ്യലി. സോ ഇറ്റ്സ് ലൈക്ക് അപ്പൊ പറയായിരുന്നു ആൾക്കാർ, പീപ്പിൾ സേ it's online class, you can just keep the class there and study. But 45 minutes ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും തീരുമ്പോഴും അറ്റൻഡൻസ് എടുക്കുമായിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ മീ ടു കീപ് ദ ക്ലാസ് ആൻഡ് സ്റ്റഡി ഫോർ NEET. പിന്നെ ഞാൻ അങ്ങനെ കുറെ ഉഴപ്പി. I was into other things and I knew I had options. മഹാരാജാസ് ചെയ്യാ, കാനഡയിൽ പോവാ, ഇത് ചെയ്യാതെ. ചേട്ടൻ ഓൾറെഡി കാനഡയിൽ ആയിരുന്നു ആ ടൈമിൽ. സോ അങ്ങനെ ഐ ഡിഡ്ന്റ് ഡു മച്ച്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങി. റിയാലിറ്റി സ്ട്രക്ക്. I was like, okay, ക്ലാസ്സിലിരിക്കുമ്പോൾ when I'm studying this, I was like, okay, I'm not interested in it. ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോസ്റ്റ്ലി അബൌട്ട് കെമിക്കൽസ്, സോയിൽ. I was like, ഹ്യൂമൻ ബോഡിനെ പറ്റി പഠിച്ചാൽ ഇത്രയും കൂടെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ലൈക്ക് ആ മെഡിസിനിലേക്ക് തോന്നി.
പിന്നെ കെമിസ്ട്രി ലാബ് പ്രാക്ടിക്കലിന് വൈറ്റ് കോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് അത് ഉടുത്തിട്ട് ദേ യൂസ്ഡ് ടു ബി ലൈക്ക് ഐ ആം എ ഡോക്ടർ. അപ്പൊ ഇതാണ് ഓക്കെ. പിന്നെ അങ്ങനെ എനിക്ക് തോന്നി കൊടുക്കണോന്ന്. ബട്ട് ബൈ ദ ടൈം ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ്. 20 അന്ന് ഡേറ്റ് വന്നില്ലായിരുന്നു. ഇറ്റ് വാസ് ബീങ് പോസ്റ്റ്പോൺ. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ ലേസി ആയിട്ടിരിക്കണം. പെട്ടെന്ന് ഡേറ്റ് വന്ന് ഐ ദർ വാസ് നോ ടൈം ഫോർ മീ ടു സ്റ്റഡി. അപ്പൊ പറ്റുന്ന അത്രയും ഞാൻ പഠിച്ചു. കോച്ചിങ് ഇല്ലായിരുന്നു, യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് തന്നെ. പിന്നെ അന്ന് എനിക്ക് ഇത്തിരി ഐ വാസ് ലൈക്ക് ഓക്കെ 2020 നീറ്റ് ഭയങ്കര ഈസി ആയിരുന്നു, ഇനി എന്തിനാ പഠിക്കണ. Don't ever think that just because the previous year is easy that it will be easy in the future. അപ്പൊ അതിന്റെ ഇത്തിരി കോൺഫിഡൻസും കൂടുതലായിരുന്നു. പിന്നെ പിന്നെ anxiety വന്ന് ഐ കുഡന്റ് സ്റ്റഡി, ടൈമില്ലായിരുന്നു. പിന്നെ ഗിൽറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും നാള് വേസ്റ്റ് ചെയ്ത്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. പീപ്പിൾ നോ ഇറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്, ദേ വാണ്ട് ദിസ് ആൻഡ് ഐ ഡിഡ്ന്റ്. അങ്ങനത്തെ ഒരു ഗിൽറ്റ് എല്ലാം കൂടെ ആയപ്പോ എന്തൊക്കെ ചെയ്തിട്ട് പോയി. ഒരു ടെസ്റ്റ് പോലും ഞാൻ കൊടുത്തില്ലായിരുന്നു. അങ്ങനെ പോയി എക്സാമിൽ ഇരുന്ന് I didn't know what to do. My hand was shivering while marking that thing. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഐ ന്യൂ ഇറ്റ്, പോയി കിട്ടില്ല. പിന്നെ എങ്ങനെയോ പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. ഐ സ്റ്റാർട്ടഡ് ക്രൈങ് ആൻഡ് ഐ ടോൾഡ് മൈ മോം ഇറ്റ്സ് ഗോൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഐ ഹാഡ് ടു ഗോ ബാക്ക് ടു ക്ലാസ് ബിക്കോസ് നെക്സ്റ്റ് ഡേ വാസ് മൈ മഹാരാജ സെം എക്സാംസ്. സോ എങ്ങനെയോ പോയി ഐ സ്റ്റാർട്ടഡ് ദാറ്റ് ലൈഫ് അഗൈൻ, മഹാരാജാസിന്റെ. ബട്ട് ഐ വാസ് ഡാം ഷുവർ ലൈക്ക് ഭയങ്കര സാഡ് ടൈപ്പ് ആയിരുന്നു. അന്നേരം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് വൈ ഡോണ്ട് യു ഗിവ് ഇറ്റ് അനദർ ഷോട്ട്. സോ ഐ വാസ് ലൈക്ക് ലേറ്റ് ആയില്ലേ, ഉള്ള ചാൻസ് ഞാൻ കളഞ്ഞില്ല. അപ്പൊ അമ്മ ഇഫ് യു റിയലി വോണ്ട് ടു ഡു ദിസ് ദെൻ ഐ എം ഫൈൻ വിത്ത് ഇറ്റ് ആൻഡ് യുവർ ഡാഡ് ഇസ് ഓൾസോ ഫൈൻ വിത്ത് ഇറ്റ്. ലൈക്ക് യുവർ ഹാപ്പിനെസ് മാറ്റേഴ്സ്. പിന്നെ ഞാൻ ഓർത്ത്. പിന്നെ അപ്പത്തേക്ക് റിസൾട്ട് വന്നപ്പോ ഐ ഹാഡ് 540 ഐ തിങ്ക്, 540 അപ്രോക്സ് അത്ര ഉണ്ടായിരുന്നു. പിന്നെ അഗൈൻ അപ്പോഴത്തേക്കും ഐ വാസ് ഷുവർ ദാറ്റ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു കാനഡ ടു. ആ നേരം മാർക്ക് വന്നപ്പോൾ അഗൈൻ റിയാലിറ്റി സ്ട്രക്ക്. ഐ വാസ് ലൈക്ക് ഓക്കെ, മഹാരാജാസിലെ കോഴ്സ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. At the same time, Canada life, it is not like how people think it is. It is not that easy. And as a girl with no degree, like എനിക്ക് വെറുതെ അവിടെ പോകാൻ പറ്റില്ല. I have to do part-time job. For my brother it would be easy, but for me it would be difficult. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഐ wanted to be here. കാനഡയിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോയി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ I was not interested in that too. Plus I knew that if I go to Canada I cannot become a doctor. അവിടെ പറ്റില്ല ഇത്. So I'll have to do some other course. But then I wanted this. പിന്നെ ആ ഒരു ഫെയിലിയറിൽ I was like okay, this is what I want. പിന്നെ ആ റിസൾട്ട് വന്നപ്പോൾ തന്നെ അടുത്ത എക്സാമിന്റെ ഡേറ്റും വന്നു സൂൺ ആഫ്റ്റർ. It was after just 4 months. ഒരുപക്ഷെ if it was after a year, I would not have given it. But ഇത്രയും ചെറിയ ഗ്യാപ്പ്, just 4 monthsന് വേണ്ടി I felt like it's not going to make a difference in my life to lose that 4 months. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു I'll give this shot. I'll study for this 4 months. ഈ പ്രാവശ്യം കിട്ടിയ അല്ലെങ്കിൽ leave it. But then ഈ പ്രാവശ്യം എനിക്ക് hope ഉണ്ടായിരുന്നു because my mark previously it was good and I knew that I did not do anything. I didn't work my best. So I felt like if I work how much I can, then I could get cross to the borderline. അങ്ങനെയാണ് I decided okay, I'll give this a shot. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാൻ സിയോണിന്റെ ഇന്റർവ്യൂ ഇടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, എങ്ങനെയാണ് കോളേജും നീറ്റും രണ്ടും ഒരേ ടൈമിൽ മാനേജ് ചെയ്യുക? സോ ഞാൻ ഈ നീറ്റിന് സ്ലോലി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. And this was the actual preparation. So the thing is I knew like I'm alone, just YouTube നോക്കിയിട്ട് I mean you can, but I had a opportunity because physics wala 12th most of you all know physics wala, it's like a YouTube channel. So I used to see those videos like basic concept പഠിക്കാൻ 12th 10th JEE ഒക്കെ. ഞാൻ ഈ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ ആ ഇയർ they started a channel, okay, and in that channel it was like they put the course of NEET. Okay, so Anneram, when at this time I was like, okay, I'm actually going to do it. I started preparing for NEET again from the start, from scratch, from actual preparation, not the basic, just read and go and write. So I knew I needed a coaching. Now, in degree, I had to do both together. Degree വിട്ട് എനിക്ക് NEET മാത്രം prepare ചെയ്യാൻ I couldn't take the risk. Plus investment,
ഇത് വിടുന്ന. I didn't want to. Secondly, I didn't want anyone else to know I was doing this too. കാരണം എനിക്ക് വേസ്റ്റ് പ്രഷർ പീപ്പിൾ പ്രഷറാ. ലൈക്ക് പീപ്പിൾ ആസ്കിങ് എങ്ങനെയുണ്ട്, കിട്ടിയില്ലല്ലേ. I didn't want that. അത് കാരണം when I started this, no one knew I was doing it except my father, mother and brother. That's it. No. Endil towards the end, 2 weeks മുമ്പ് when I stopped going to Maharajas, people did ask what happened. അന്നേരം എനിക്ക് മഹാരാജാസിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജമീമ എന്ന് പറഞ്ഞ ഒരു ഗേൾ. സോ I told her I'm doing this, so if I don't come to college, just handle it. So she was the only person who I told, because college teachers are like, what happened to Siona? So annera I had to tell someone, so I told her. Other than that, I did not tell anyone. Just my parents knew it. So I started preparing. I couldn't go for official coaching. കാരണം എനിക്കറിയാം official coaching എങ്ങനെയാണ്. I've never been for a coaching, but I know that it is very hectic. ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കണം. And I was not willing to throw away the degree. And then my dad told me that, finally, like, if you're concentrating on NEET, this, the saying that you put your feet on 2 boats, you can't go anywhere. So, but then I decided somehow I will manage both. That time I don't know what my mindset was. I just decided I want this. So, I knew about physics wala before 12th laka. I used to see the videos, boards and just random tuition learn anneram. So I knew this thing, and I also knew that there was an app. About physics wala app undarnu. It just started. Appo the perfect allarnu, but they were doing a good job. അതിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു, എന്താണ് യക്കീൻ നീറ്റ് എന്ന് പറഞ്ഞത്, യക്കീൻ ഫെയ്ത്തിന്റെ അത്. അപ്പൊ അതിൽ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് 4,000 rupees ഫുൾ നീറ്റ് കോഴ്സ്. അത് ലൈവ് അല്ല, ലൈക്ക് ദേ ഡോണ്ട് നോ ഹൂസ് വാച്ചിങ് ഇറ്റ്. ആ സാധനം ഞാൻ എടുത്ത്. എനിക്ക് അലക് പാണ്ഡേയിലെ I had trust that he is doing, and it was cheap. It was for those who either don't have money, or for those who cannot exactly do, at a stretch. People who are working during the day, studying during the night. It was for those people. Appo njan adeduth, I could watch the lectures anytime. So I watched that. I prepared from there. But what happened was that njan prepare cheyirunnu. College appathekku lockdown kayinju. We started going to college. Attendance was an issue. So what I used to do is, I used to go to college more. I used to wake up morning, study for a while, go to college. പിന്നെ കോളേജിൽ ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ബാക്കിൽ പോയിരിക്കുമായിരുന്നു. ബാക്കിൽ പോയിരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സോ അവിടെ എന്താന്ന് വെച്ചാലും ഞാൻ പഠിച്ചിരുന്ന മഹാരാജാസ് കോളേജ് ആയിരുന്നു, എറണാകുളം. മഹാരാജാസ് കോളേജ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ കിങ്സ് മഹാരാജാസ് പാലസ് ആ കോളേജ് ആയിരുന്നു. ദാറ്റ് വാസ് കൺവേർട്ടഡ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവിടുത്തെ വാൾസ് ഒക്കെ ഭയങ്കര തിക്കായിരുന്നു, അകത്ത് വൈഫൈ കിട്ടില്ലായിരുന്നു. സോ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു വിൻഡോ ഉണ്ടായിരുന്നു ബാക്കിൽ. ഞാൻ അവിടെ ഇരിക്കണം. അപ്പം അവിടെ പോയി ഇരുന്നിട്ട് എങ്ങനെയോ ഏതൊരു ആംഗിളിൽ ഫോൺ വെക്കുമ്പോൾ കുറച്ച് നെറ്റ് കിട്ടുമായിരുന്നു. എന്നിട്ട് ഞാൻ ലെക്ചർ കാണുമായിരുന്നു. ഞാൻ അതിനു വേണ്ടിയാണ് ആദ്യമായിട്ട് എയർ ടോപ്സ് വാങ്ങിച്ചത്, ബ്ലാക്ക് കളറിൽ. ഞാൻ എയർ ടോപ്സ് എടുക്കുമായിരുന്നു, മുടിയൊക്കെ അയച്ചിടുമായിരുന്നു. ഇങ്ങനെ ആരും കാണൂല, അത് ബാക്കിൽ പോയി ഇങ്ങനെ കാണുമായിരുന്നു. അങ്ങനെ കാണുമായിരുന്നു. പിന്നെ ബ്രേക്ക് ടൈമിൽ ഐസ്റ്റ് കൂടുതൽ ലൈബ്രറി റീഡ്. അവിടെയും വൈഫൈയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ കോളേജ് കഴിയുമ്പോൾ തന്നെ പുറത്തൊന്നും പോകില്ലായിരുന്നു, പോകാൻ തോന്നൂലായിരുന്നു ആക്ച്വലി. ഒരുമാതിരി ഗിൽറ്റ് ആങ്സൈറ്റി തോന്നുമായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് മൈ ഡാഡ് യൂസ് ടു പിക്ക് മീ. ഐ യൂസ് ടു കം ബാക്ക് ഹോം, സ്ലീപ്പ്, ഗെറ്റ് അപ്പ്, ഡു ഇറ്റ് അഗൈൻ. പിന്നെ രാത്രി ഇരുന്ന് പഠിക്കുമായിരുന്നു. രാത്രി പഠിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഏർലിയായിട്ട് കിടന്ന്. ഐ വാസ് ലൈക്ക്, ദിസ് ഇസ് നോട്ട് ഗോണ വർക്ക്. ഹാഫ് ദ ഡേ ഗോസ് ഇൻ കോളേജ്, റെസ്റ്റ് കുറച്ച് പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അറ്റ് നൈറ്റ്. ഒരു 4 hours ഡിപ്പെൻസ്. ഒരു 3:34 നടന്നിട്ട് 8-7 കഴിഞ്ഞിട്ട് കോളേജ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ്ഡായി അത് ചെയ്ത്. പിന്നെ ഇടയ്ക്ക് കുറേ ഗ്യാപ്സ് വരുമായിരുന്നു, കലോത്സവം അതൊക്കെ. അപ്പം ഞാൻ അതിനൊന്നും പോകില്ലായിരുന്നു. വെന്നെവർ ഐ ഗോട്ട് എ ചാൻസ്, ഐ യൂസ് ടു സിറ്റ് അറ്റ് ഹോം, സ്റ്റഡി. അങ്ങനെയാണ് ഞാൻ ഈ കോളേജും വെച്ചത് മാനേജ് ചെയ്തത്. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത് ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ള പോയിന്റ്. പലരും ചോദിക്കും ഇത് പറ്റുമോ. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാറേ. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, കോളേജിന്റെ ഒരു പരിപാടിക്ക് പോകില്ല, ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് അവിടെ ലെക്ചർ എടുക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നീറ്റിന്റെ ലെക്ചർ കേൾക്കുക, എന്നിട്ട് വീട്ടിൽ പോയിട്ട് വേറെ പഠിക്കുക. അപ്പൊ അങ്ങനെ
ഞങ്ങൾ ഇടക്ക് ഞാൻ പോവായിരുന്നു ചില ഇവന്റ്സിന്. പക്ഷെ പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുമായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ചോദിക്കാൻ എന്തിനാ ഇത്രയും പെട്ടെന്ന് ഓണം? പോണം പോണം എന്തോ റീസൺ പറയായിരുന്നു. അപ്പോ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഇത്രയും ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ഇതിന് ഇറങ്ങി. അപ്പൊ എന്തായാലും ഇവളിപ്പോ കണ്ടില്ലേ, ഇവിടെ എത്തിയെന്ന് പറഞ്ഞാല് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ മഹാരാജാസ് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ എത്തി. അപ്പൊ ഇവരെ ഈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആണ് ഇതിന് കാരണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് അവിടെ പഠിക്കുമ്പോഴുള്ള കോളേജിലത്തെ സബ്ജക്ട് നീറ്റ് ഒഴിവാക്കിയിട്ട് കോളേജ് സബ്ജക്ട്. അപ്പൊ കോളേജിൽ കുറെ സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ കുറച്ച് ടഫ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ലേ? ആ സബ്ജക്ട്സ് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത് ഇതിന്റെ കൂടെ? ലൈക്ക് ഐ സെഡ് കെമിസ്ട്രി ആയിരുന്നു മെയിൻ സബ്ജക്ട്. അതിൽ എൻവയൺമെന്റിന്റെ ഉണ്ടായിരുന്നു. അത് കുറെ വായിച്ച് പഠിക്കണായിരുന്നു. അപ്പൊ ഈ എക്സാമിന്റെ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ പ്രീവിയസ് 2 days എങ്ങനെയോ കുത്തിരുന്ന് അത് വായിച്ച് 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 പഠിച്ച് പോവായിരുന്നു. പക്ഷെ അത് ഈ ബൈഹാർട്ട് ചെയ്യാൻ പറ്റിയ സബ്ജക്ട്സ് അത് ചെയ്യായിരുന്നു. പിന്നെ ഈ കെമിസ്ട്രിയും ഇതും കുറച്ച് നീറ്റും വെച്ച് കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഐ ഹാഡ് ദ ബേസ് ഓഫ് നീറ്റ് വിച്ച് ഐ വാസ് സ്റ്റഡിങ് ഫ്രം ഫിസിക്സ് വാല, ഐ കുഡ് ഈസിലി ഡു സർട്ടൺ സബ്ജക്ട്സ്. ലൈക്ക് കുറെ സബ്ജക്ട്സിൽ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഇറ്റ് വാസ് കൈൻഡ് ഈസി ബിക്കോസ് കണക്റ്റഡ് ടു നീറ്റ്. ബാക്കി ബൈ ഹാർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു വിച്ച് ഐ ഹാഡ് നോ കണക്ഷൻ വിത്ത് നീറ്റ്. 12th ഐ വാസ് എ ബയോ മാത്സ് സ്റ്റുഡൻറ്റ്. 12th ഞാൻ പഠിച്ചിരുന്നത് ലൈക്ക് ഐ സെഡ് അന്നേരം അറിയില്ലായിരുന്നു എന്ത് കോഴ്സിന് പോകും. അപ്പം എല്ലാം എടുത്ത് ബയോ മാത്സ് എടുത്ത്. പക്ഷെ ഈ മാത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, ടഫായിരുന്നു. അപ്പം അതിന് ഈ നീറ്റിന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ട്യൂഷൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ അമ്മ ഒരു ഓൺലൈൻ ട്യൂഷൻ കണ്ടുപിടിച്ച്. ഇറ്റ് വാസ് എ മാം ഹൂ യൂസ് ടു ടീച്ച് മീ ഓൺലൈൻ. ഓക്കെ, അപ്പോൾ അഗൈൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്ന് റെസ്റ്റ് എടുത്ത് മാത്സ് ക്ലാസ് കാണുമായിരുന്നു. ദാറ്റ് വാസ് ഡിഫിക്കൽട്ട്. കാരണം എനിക്കറിയാം ഉറങ്ങാൻ പറ്റൂലായിരുന്നു, തലവേദന എടുക്കുമായിരുന്നു ഈ ലൈറ്റിൻ്റെ മുമ്പിൽ വെച്ച്. ഇത് എങ്ങനെയോ പഠിക്കണം. പിന്നെ ചിലപ്പോൾ നീറ്റ് വെക്കുമായിരുന്നു താരെ. ബട്ട് ഐ ന്യൂ മാത്സിന് പാസ്സാവണമെന്ന്. പിന്നെ ഞാൻ ഫൈനലി ആ മാമിൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് സംഭവം. മാം വാസ് ഓൾസോ മോട്ടിവേറ്റിംഗ്. സോ ഇടയ്ക്ക് അത് പഠിക്കുമായിരുന്നു, സ്ക്രീനിൽ നോക്കുമായിരുന്നു. അന്നേരം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ടയേർഡ് ആവുമായിരുന്നു, ഹെക്ടിക് ആയിരുന്നു. പക്ഷെ അന്നേരം ഓർത്ത് ഒരു ദിവസം ഇതിൻ്റെ റിസൾട്ട് കിട്ടും, അങ്ങനെ ഒരു ഹോപ്പിൽ ഞാനത് നോക്കുമായിരുന്നു. മാത്സ് എക്സാം കഴിഞ്ഞ് മാർക്ക് നല്ലായിരുന്നു മാത്സിന്. പിന്നെ ആ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ അത് ട്യൂഷൻ നിർത്തി മാത്സിൻ്റെ. അങ്ങനെ കോളേജ് സബ്ജക്ട്സ് കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ ടോപ്പിക്. നമ്മളെ വ്യൂവേഴ്സിന് എന്താണ് ആവശ്യം? നീറ്റിന്റെ സബ്ജക്ട്സ്. ഈ ഇതിന്റെ കൂടെ തന്നെ ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അതായത് സബ്ജക്ട് വൈസ് ബയോ, ഫിസിക്സ്, കെമിസ്ട്രി ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് ഈ അപ്രോച്ച് ചെയ്തത്? ഞാൻ ചെയ്തത് നീറ്റിന് ഇറ്റ് വാസ് ലൈക്ക് ദിസ്. ഐ യൂസ് ടു വാച്ച് ദ ലെക്ചേഴ്സ്, ഐ യൂസ് ടു റൈറ്റ് നോട്ട്സ്. പിന്നെ ഞാൻ നോട്ട്സ് ചെയ്തുമായിരുന്നു. ആസ് ഫാർ ആസ് ഐ റിമെമ്പർ ഐ യൂസ് ടു റൈറ്റ് നോട്ട്സ് ഫോർ എവറിത്തിങ്. പിന്നെ ലൈക്ക് ഇപ്പോൾ ഒരു അഡ്വൈസ് തന്നെയാണെങ്കിൽ ഞാൻ ഫോർമുല പേജസ് ചെയ്തുമായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു ചാപ്റ്റർ ഐ സേ ഫിസിക്സ് ഐ വാച്ച് ദ ലെക്ചർ, ഐ റൈറ്റ് ഡൗൺ നോട്ട്സ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വോണ്ട് ഡു ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓർഡറിൽ അങ്ങനെ ചെയ്യൂലായിരുന്നു ഞാൻ. ലൈക്ക് ഐ വാസ് നോട്ട് എ നേർഡ് ഫസ്റ്റ്. സോ വാട്ട് ഐ യൂസ് ടു ഡു, ടൈം കിട്ടുമ്പോൾ മസ്റ്റാണ് ആ ചാപ്റ്ററിലെ ഫോർമുലേഴ്സ് ഞാൻ എഴുതുമായിരുന്നു. ചിലപ്പോൾ ഞാനിപ്പോൾ എല്ലാം പഠിച്ചതിൻ്റെ എന്തിലും എഴുതിയിരുന്നിട്ടുണ്ട്. ഡിപ്പെൻസ്. വാട്ട് ഐ വുഡ് സജസ്റ്റ്, ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, ട്രൈ ടു റൈറ്റ് ഇറ്റ് ദെൻ ആൻഡ് ദെയർ. ഇത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. ബട്ട് ഇപ്പോൾ ഒരു ലെക്ചർ കാണും, നോട്ട്സ് ചെയ്ത് ആ ചാപ്റ്ററിലെ ഫോർമുലേഴ്സ് ചെയ്ത് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് ദാറ്റ് യു ലീവ് ഇറ്റ് അസൈഡ്. ദാറ്റ് യു ഗോണ യൂസ് ടിൽ ദ എൻഡ് ഓഫ് യുവർ കോഴ്സ്. സോ ഫിസിക്സിൽ അങ്ങനെ. ഫിസിക്സിൽ പിന്നെ മെയിൻലി ക്വസ്റ്റ്യൻ പ്രാക്ടീസാ. അപ്പോൾ കോച്ചിങ് ഞാൻ അന്നേരം when I was using physics wala, what I used to do is they used to give practice things. കണ്ടന്റ് എന്തോ DPP ഡെയിലി പ്രാക്ടീസ് പേപ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അവർ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ചെയ്യുമായിരുന്നു. അന്നേരം ഞാൻ അത് ചെയ്യുമായിരുന്നു, ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. NCERT ഞാൻ തൊട്ടിട്ടില്ല ഫിസിക്സിൽ. there are people who do that. I have not done it because lazy. Like I never felt like physics text, I couldn't even look at that. And I knew that weightage is for bio and chemistry. That doesn't mean you should ignore it, but I could never look at physics text. So I used to do that problems. പിന്നെ കെമിസ്ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ again advice ആയിട്ട് if I would say organic chemistry ഞാൻ ഇത് എക്സാക്ട്ലി ഫോളോ ചെയ്തിട്ടില്ല, but this is what I would advise.
see the lecture, write notes. That I used to do. പിന്നെ അതിലും ഫോർമുലാസ് ഓർഗാനിക് കെമിസ്ട്രിയില് ഈ റിയാക്ഷൻസ് നെയിം ചില മെക്കാനിസത്തിന്റെ ഫോർമുല ഉണ്ടാവും X+Y ദാറ്റ്. ഓർഗാനിക്കിൽ അത്, ആൻഡ് ഓർഗാനിക്കിൽ ടെക്സ്റ്റ് റീഡിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഐ യൂസ് ടു സീ ദിസ് ക്വസ്റ്റൻ ഐ ലൈക്ക് ദിസ് ഇസ് നോട്ട് ദേർ ഇൻ ദ സിലബസ്. ഐ യൂസ് ടു റീഡ് ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ്, സെയിം ലൈൻ ഇൻ ദ ടെക്സ്റ്റ്. That is when during the test series I learned that organic chemistry is supposed to read the text. പിന്നെ ചില ചോട്ട മോട്ട ചാപ്റ്റേഴ്സ് ഉണ്ടാവും മെഡിസിനെ പറ്റി. യു വിൽ തിങ്ക് ഓക്കെ ഇറ്റ്സ് സില്ലി, ബട്ട് questions come. Biomolecules, അങ്ങനത്തെ ചാപ്റ്റേഴ്സ്. ഇപ്പൊ ഐ ഡോണ്ട് നോ ഹൗ ദ സിലബസ് ഇസ്, ബട്ട് അങ്ങനെ ഓർഗാനിക്കിന്. പിന്നെ ഇൻഓർഗാനിക്കില് ടെക്സ്റ്റ് വായിക്കണ ഒരു പീരീഡ് ആയിട്ട് യു വിൽ ഗെറ്റ് ടയേർഡ് ഓഫ് ഇറ്റ്. കാരണം ഇറ്റ്സ് ജസ്റ്റ് ദിസ്. പക്ഷെ അഗൈൻ നോട്ട്സ് അതിൽ PYQs ആണ് മോസ്റ്റ്ലി വന്ന ഇൻഓർഗാനിക്കില്. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഓർഡർ, ദിസ് എക്സെപ്ഷൻസ് ഇൻ ദ ഓർഡേഴ്സ്. Like if you think that inorganic you're just going to read the text and mark things, then it won't work. That is for organic. Inorganically there are certain things you have to focus on. Certain, that's what I felt personally. Pina if you're in a coaching, they itself tell you what to do. PYQs, order of things, adakka. Physical chemistry, like physics problems, physical chemistry of problems, formulas, again write that down. Okay, so particular formula pages inorganic in the order. Yes. Pinna physical chemistry physical chemistry li cheladu you have to read the text too, like battery nu parna sambandam undu adu. പിന്നെ കെമിസ്ട്രി ഞാൻ പറയും ഫിസിക്കൽ ആയാലും ഇനോർഗാനിക് ആയാലും ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് വായിച്ചു പോ. മേ ബി ഇൻ ദാറ്റ് ദ ബോറിംഗ് പാർട്ട് ദർ ബി വൺ ഇമ്പോർട്ടന്റ് ഓർ ഇൻട്രസ്റ്റിംഗ് ലൈൻ. ബയോയില് NCERT read thoroughly. What I used to do is watch lectures, write the notes, read the text. That's it. Extra അധികമൊന്നും നോക്കൂലായിരുന്നു. പിന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് what coaching used to give me, like I said, average student who എനിക്കങ്ങനെ എല്ലാ ബുക്കും നോക്കി just follow one content. So എനിക്ക് അവർ തന്നാൽ ഞാൻ I used to just look at that and read the text. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് യൂസ് ചെയ്തത്? ഈ ഓൺലൈനിലാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിരുന്നു ഈ യൂസ് ചെയ്തത് നീറ്റ് പ്രിപ്പറേഷന്റെ ടൈമിൽ? Okay, so initially ഞാൻ സ്റ്റാർട്ട് ചെയ്തത് it was with physics wala because that was the only option I had, because two things together എൻ്റെ ടൈമിംഗ് അനുസരിച്ച് that was the option I found was there. So I did that. പിന്നെ towards the end I realized that അത് മാത്രം it's not going to help me because physically practice ചെയ്യണം പേപ്പേഴ്സ്. ഇപ്പോൾ ഫിസിക്സ് വാലയിൽ എന്ന് പറഞ്ഞാൽ there was what do you say online test series, but that was of no use because ഞാനൊരു എക്സാം സെറ്റിംഗിലല്ല. I'm not writing വേണമെങ്കിൽ ആൻസേഴ്സ് മാറ്റാം. It was not going to help. I knew that I needed real practice. അന്നേരമാണ് ഞാൻ ബ്രില്യൻറ്റ് ജോയിൻ ചെയ്തത്. എൻ്റെ വീട് തേവരയാണ്. തേവരയിൽ തന്നെ ബ്രില്യൻറ്റിൽ ഒരു സെൻറ്റർ ഉണ്ട്. സോ അവിടുത്തെ ആഡൊക്കെ എപ്പോഴും കാണാം നമുക്ക്. സോ ഞാൻ അവിടുത്തെ ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്ത് ഇത് ഞാൻ ആ ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്ത് BTSല് ടെസ്റ്റ് സീരീസ് തുടങ്ങിയത് ഇറ്റ് വാസ് മന്ത്സ് അഗോ. എപ്പോഴാണെന്ന് ഐ വാസ് ഇൻ ഷുവർ. ദ തിങ് ഇസ് എനിക്ക് അന്നേരം when I decided to join, I was at a place where ഞാൻ റിയലൈസ് ചെയ്ത് എനിക്ക് ടെസ്റ്റ് സീരീസിന്റെ ആവശ്യമുണ്ട്. അതിന്റെ മുമ്പ് ഞാൻ കൺസിഡർ ചെയ്തില്ലായിരുന്നു. I didn't really think about it. അപ്പോൾ when I told my parents okay I need a test series, brilliant, they suggested it and we went and asked them how it works. അപ്പോൾ ടെസ്റ്റ് സീരീസ് തുടങ്ങിയത് സ്റ്റാർട്ടിങ് മുതൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എന്തോ പണ്ട് മുതലുണ്ടായിരുന്നു. അവരെൻ്റെ പ്രീവിയസ് നീറ്റിന് മാർക്ക് കണ്ടപ്പോൾ ദേ ഫെൽറ്റ് ലൈക്ക് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു സ്കോർ ദിസ് ടൈം. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ഡിസ്കൗണ്ടിന് ദേ ഗേവ് മീ ദാറ്റ്. പിന്നെയാണ് ഞാൻ ടെസ്റ്റ് സീരീസിന് പോണ സ്റ്റാർട്ട് ചെയ്തത്. അപ്രോക്സിമേറ്റ്ലി മേയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫ്രം ജൂലൈയിലായിരുന്നു നീറ്റ്. സോ ജൂൺ ജൂലൈ ഒരു 3 months ഞാൻ ടെസ്റ്റ് സീരീസിന് പോകാൻ തുടങ്ങി. അന്നേരം ഞാൻ കോൺസെപ്റ്റ് ഞാൻ ലൈക്ക് ഐ സെഡ് ഐ സ്റ്റഡീഡ് ഇറ്റ് ബിഫോർ. പിന്നെ ഫുള്ള് ബ്രില്യൻറ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ദിവസം തന്നെ യു വിൽ ഗെറ്റ് ദ സ്കോർ ആൻഡ് ദെൻ യു വിൽ ഓൾസോ ഗെറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഇൻ വീഡിയോ ഫോർമാറ്റ്. പിന്നെ ചില ടോപ്പിക്സ് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ലൈക്ക്
എല്ലായിടത്തും പെർഫെക്റ്റ് ആവണമെന്നില്ല കുറെ ടീച്ചേഴ്സ്. അപ്പൊ ചില ടോപ്പിക്സ് വിച്ച് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ് വെൽ ഇൻ ഫിസിക്സ്, ലൈക്ക് മാക്സിമം 1 chapter ഐ ഡിഡ് ഇറ്റ് ഫ്രം ദ ബ്രില്യൻസ്, ബിക്കോസ് ആ ടെസ്റ്റ് സീരീസിലെ ആപ്പിൽ തന്നെ പണ്ടത്തെ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ യൂസ് ചെയ്ത്, ഏതോ ഒരു ഇൻഹെറിറ്റൻസിന്റെ ചാപ്റ്ററിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത്. പിന്നെ ഫുള്ള് ടെസ്റ്റ് സീരീസിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കോളേജിന്റെ എക്സാംസ്, അത് വേറെ കഥ. ഇനി നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ കുറെ നീറ്റിന് മോക്ക് ടെസ്റ്റ് ചെയ്ത് BTS ചേർന്നു, ഫിസിക്സ് വാലിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നീറ്റ് ജൂലൈ 17 കൊടുത്തു. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയിൽ ഇപ്പൊ കോളേജിലും ഒരു എക്സാംസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഈ 2 എക്സാംസും എങ്ങനെയായിരുന്നു ഈ മാനേജ് ചെയ്തിരുന്നത്? ഇനീഷ്യലി മുമ്പത്തെ എക്സാംസ് ഒക്കെ പഠിച്ച് ചെയ്തുമായിരുന്നു. ഈ ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് ആക്ച്വലി സ്റ്റഡിങ് ഫോർ നീറ്റ്, ഇപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ ഈച്ച് ആൻഡ് എവറി എക്സാം, ബട്ട് ആസ് ഫാർ ആസ് ഐ റിമെമ്പർ ഒരെണ്ണം ഓൺലൈൻ ആയിരുന്നു. ഓൺലൈൻ എക്സാമിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ആൻസർ ഗ്രൂപ്പിൽ വന്നായിരുന്നു. എന്ന് വെച്ചാൽ പേപ്പർ ഇടുമായിരുന്നു. ജസ്റ്റ് ആ എക്സാം മാത്രം ഓൺലൈൻ ആയിരുന്നു. അത് ഇന്റേണൽ ആയിരുന്നു, സെം അല്ലായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇടുമായിരുന്നു. നമ്മ ഒരു 1 hourനുള്ളിൽ ആൻസേഴ്സ് എഴുതി പിക്ക് എടുത്ത് സെൻഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ആ നേരം ഈ MBBS പറഞ്ഞ ഷോർട്ട് ആൻസർ ടു ദ പോയിന്റാ. പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 2 page essay ഒക്കെ ഉണ്ട്, കുറേ എഴുതണം. എന്നുവെച്ചാൽ കണ്ടന്റ് ഈവൻ ഇഫ് ഇറ്റ്സ് ലെസ് യു ഹാവ് ടു മേക്ക് ഇറ്റ് മോർ. അപ്പൊ ഞാൻ അന്നേരം കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ബിക്കോസ് ഐ ഹാവ് ടു ഡു നീറ്റ് ആൻഡ് ദെൻ ഐ ഹാവ് ടു സിറ്റ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു. സോ അന്നേരം മൈ മോം ഡിഡ് ദാറ്റ് ഫോർ മീ. ഷീ റോട്ട്, ലൈക്ക് ഐ ഗേവ് ഹർ ദ ആൻസർ, ഷീ റോട്ട് ഇറ്റ് ആൻഡ് ദെൻ ഐ സെൻറ്റ് ഇറ്റ്. സോ ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം മൈ മോം, എ ലോട്ട് ഓഫ് സപ്പോർട്ട്. അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. ലൈക്ക് അമ്മ ഇത് നോക്കണം. പിന്നെ കോളേജിൽ വല്ല അസൈൻമെന്റ് വന്നാലും മൈ മോം യൂസ് ടു സീ ടു ദാറ്റ്. സോ ഐ യൂസ് ടു, അങ്ങനെ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ മെയിൻ എക്സാം ഞാൻ എഴുതി. ഞാൻ പറഞ്ഞില്ലേ മാത്സ് ട്യൂഷനൊക്കെ പോയിന്ന്, ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ ഓർത്ത് അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഗ്യാപ്പിൽ എക്സാം ഉണ്ടാവില്ലെന്ന്. ആ ഒരു ഹോപ്പിലാണ് ഞാൻ മാത്സിന് പഠിച്ച് എഴുതിയ. ഓക്കെ, എക്സാം കഴിഞ്ഞ് ഐ ക്യാൻ പ്രിപ്പയർ ഫോർ നീറ്റ് ഫോർ ദ നെക്സ്റ്റ് 2 months. ബട്ട് ദെൻ അടുത്ത സെമ്മിൻ്റെ എക്സാം, കാരണം കോവിഡ് കാരണം എല്ലാം കംപ്രസ്ഡ് ആയി. അന്നേരം ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ഐ വാസ് ലൈക്ക് ഷിറ്റ്, ഇറ്റ്സ് ഗോൺ. പക്ഷെ പിന്നെ എന്ത് വെച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്റേണൽ ഞാൻ ചെയ്ത്. മൈ മോം ഗോട്ട് കോവിഡ് ദാറ്റ് ടൈം. വെൻ ഷി ഗോട്ട് കോവിഡ്, ഇനീഷ്യലി ഐ വാസ് ലൈക്ക് വെരി ഫ്രസ്ട്രേറ്റഡ്, ബിക്കോസ് ഐ തോട്ട് അമ്മ കോവിഡ് വന്ന് എനിക്ക് വന്ന് നീറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു ആ നേരം. കോളേജും നീറ്റും പിന്നെ കോവിഡിന്റെ സ്ട്രെസ്സും. അപ്പൊ അമ്മ കുറച്ചാൾ ഐസൊലേഷനിൽ നിന്ന്. So then I got that as a reason to tell the college people that I can't come. So I told them my mom is sick, I can't come for the exam, which was true. Then they were like, if you want, we'll arrange like one room. I was like, no, it's okay. അങ്ങനെ ഞാൻ വന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ ബാക്ക് ടു ബാക്ക് എക്സാംസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈ ഡാഡ് ഓൾസോ ഗോട്ട് കോവിഡ്. ലൈക്ക് സോറി, മൈ ഡാഡ് ഹാസ് കോവിഡ്. പിന്നെ ഓർത്തില്ല മെയിൻ എക്സാമിന് എനിക്കിത് പറയാൻ പറ്റൂല, ഞാൻ എന്ത് ചെയ്യും. ഫൈനലി എനിക്കും കോവിഡായി. എന്തോ 2 weeks ബിഫോർ നീറ്റാണ് ഐ ബിക്കേം വെൽ. എനിക്ക് കോവിഡ് വന്നപ്പോൾ കോളേജൊക്കെ ഐ ക്യാൻ സേ ഐ എം നോട്ട് കമ്മിങ്. പക്ഷെ പിന്നെ ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. നീറ്റ് കയ്യിൽ നിന്ന് പോവില്ലേ. കോവിഡ് വന്ന് ഞാൻ സിക്കായി. പിന്നെ ഇല്ല, കോവിഡ് ആയിരിക്കില്ല. കുറെ ട്രൈ ചെയ്ത് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ പേരൻസ് വെച്ച്. ബട്ട് സെയിം ഹൗസിലാണ്, ഇറ്റ് സ്റ്റിൽ സ്പ്രെഡ്. ആരും ഞാൻ ഓർത്തില്ല കോൾഡ് ആയിരിക്കും, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഫൈനലി മനസ്സിലായി കോവിഡ് തന്നെയാണ്. പിന്നെ ഞാൻ കുറെ കരഞ്ഞൊന്ന് സീനുണ്ടാക്കി. ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യും, നീറ്റ് പോയി എല്ലാം കഴിഞ്ഞ്. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ലല്ല, 2 ദിവസത്തിനുള്ളിൽ ഞാൻ നോക്കാം, എല്ലാം ശരിയാവും. അങ്ങനെ ആ ഒരു ദിവസം 2-3 ദിവസം റെസ്റ്റ് എടുത്ത്. ആഫ്റ്റർ ദാറ്റ് ഐ കുഡ് ഡു ഇറ്റ്. ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് അഗൈൻ. പിന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ. കോഫ് ഉണ്ടായിരുന്നു, ബ്രീതിങ്ങിൽ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു, ബട്ട് ഐ കുഡ് വർക്ക്. പിന്നെ 3 ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടങ്ങി ടെസ്റ്റ് സീരീസ്, നീറ്റ് റീസ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഓക്കെ, കോവിഡും കഴിഞ്ഞ് ഇനി അറ്റ്ലീസ്റ്റ് സമാധാനം. I remember that 2-3 weeks before NEET, I was like, I started doing the test series again. അപ്പൊ മെയിൻലി ഒരു മന്തിന്റെ കാട്ടി കുറവ്, കാരണം ആകെ 4 months ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ ഒരു 1 month മാക്സിമം 1 month ബിഫോർ, 3 weeks ബിഫോർ. പിന്നെ കോവിഡ് വന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് സീരീസിൽ പോയി. പിന്നെ ഞാൻ മറന്നുപോയി മഹാരാജാസ് എന്ന് പറഞ്ഞൊരു സാധനം. I forgot about it. അന്നേരം I told my friend that I'm not coming because I have to do this. Then she was like, you can do it, I know you, you can do it, it's okay, don't worry about this. അന്നേരം ഞാൻ എടുത്ത് ഭയങ്കര റിസ്ക് ആയിരുന്നു.
പിന്നെ പെർമിഷൻ എടുക്കണത് ദാറ്റ് ഓക്കെ ഐ മിസ്സിങ് ദ സെം എക്സാംസ് ടു റൈറ്റ് നീറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഇൻ ദ സെയിം ടൈം. നീറ്റിന്റെ അടുത്ത ദിവസം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, അത് ഞാൻ എഴുതി. ജൂലൈ 17th യെസ്, അത് കഴിഞ്ഞിട്ട് ആ വീക്ക് ഫുള്ള് ആ വീക്ക് ഫുൾ എക്സാം ആയിരുന്നു. നീറ്റ് വാസ് ഐ എം നോട്ട് ഷുവർ ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ സെം എക്സാം. നീറ്റ് കഴിഞ്ഞ് എന്താണ് ഡേ ആഫ്റ്റർ നീറ്റ്, വൺ ഡേ ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ഐ ഹാഡ് അനദർ എക്സാം. അത് ഞാൻ പോയി അതിന്. സോ മോസ്റ്റ്ലി എവ്രി വൺ തോട്ട് ദാറ്റ് കോവിഡ്, ബട്ട് കോവിഡ് വാസ് 3 days അത് ശരിയായി. സത്യമായിരുന്നു, ബട്ട് ഇഫ് ഐ വാണ്ടഡ് ഐ കുഡ് ബട്ട് ദ നീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പ്രാക്ടിക്കൽസ് തുടങ്ങി. അത് ഞാൻ റെഗുലർലി പോയി.